തൃശ്ശൂർ പൂരം പുലിക്കളി എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിന്റെ ഒരു ആവേശം തന്നെയാണ്. രാഷ്ട്രീയമില്ല, മതമില്ല, ഒന്നുമില്ല, ജാതിയില്ല, ജാതിയിലും മതമില്ല, ഒന്നുമില്ല. തൃശ്ശൂർ പൂരം പുലിക്കളി എല്ലാവരുടെയും ലോകം ഏറ്റെടുത്തിരിക്കുന്നു. അതെ, അപ്പൊ എന്ന് ലോകം ഏറ്റെടുത്ത ഒരു ആഘോഷം ഇപ്പൊ അല്ലറിഞ്ഞ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ പുരുഷാരം അങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ പുലികളെ കാണാൻ വേണ്ടി അങ്ങനെ നിൽക്കുകയാണ്. അതാ രണ്ട് സൈഡിലും അല്ലെ പൂരം. ഇത് വേറെ പിന്നെ അതുപോലെ തന്നെ എങ്ങനെയുണ്ട് ഈ കൊല്ലം വെറൈറ്റി സാധനങ്ങൾ പൊളിച്ചു. LED പുലിയൊക്കെ ഇറങ്ങാൻ പോകുന്നു. എന്താ പുതിയ സാധനം വരാൻ പോകുന്നത്? അടിപൊളി സാധനം. അല്ല ചേട്ടാ, എന്താ പുതിയ സാധനം വരാൻ പോകുന്നത്? LED പണി വരുന്നത് നല്ലൊരു പണി. കണ്ണൊക്കെ തിളങ്ങും. കണ്ണ് തിളങ്ങും. കണ്ണും പല്ല് മൂക്കൊക്കെ തിളങ്ങും. തൃശ്ശൂർ തിളങ്ങുന്നല്ലേ? മാത്രമല്ല കാലാവസ്ഥ സൂപ്പർ. ഈ സംഭവമാണ് ഇറക്കിയിരുന്നത്. ഒരു തുള്ളി മഴ പെയ്തില്ല. അല്ലേ? അതാണ് പ്രത്യേകം തുടക്കം മുതൽ കാലാവസ്ഥ ഗംഭീരമാണ്. ഞങ്ങൾ തൃശ്ശൂർക്കാരെ പ്രാർത്ഥനയാണ് മഴ പെയ്യുന്നത്. 24 ലക്ഷം തന്നിട്ടുണ്ട്. അതിനൊരു സ്പോൺസറായിട്ട് അവിടുന്ന് ഇവിടെ നോക്കിയ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് കണ്ടു അവർക്ക് ചുവന്ന പുലി ഇഷ്ടം. ചുവന്ന പുലി അല്ലടാ, നിനക്ക് ചുവന്ന പുലിയല്ലേ ഇഷ്ടം? ചുവന്ന പുലി. ഇപ്പൊ ലൈറ്റ് വെച്ച പുലി വരും. കണ്ണിലൊക്കെ ലൈറ്റ് വെച്ച് പുലി കാണൂ. ഓക്കെ, അതാ അവിടെ അതാ ഇപ്പൊ സീതാറാമില്ല. അതാ സീതാറാമിൽ പൊങ്ങുന്ന സീതാറാമിൽ ദേശത്തിന്റെ സാധനം ഈ പറഞ്ഞ നിശ്ചലദിശ ഓരോന്നോരോന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതിന്റെ പിന്നാലെ അവരുടെ പുലികൾ വരുന്നുണ്ട്. ആ പുലികളിൽ ഈ പറയുന്ന രീതിയിലുള്ള LED പുലികൾ, പ്രകാശ വിന്യാസത്തിന്റെ ഈ പറയുന്ന ഹൈ ഡെഫിനിഷൻ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള പുതിയ പുലികൾ, തിളങ്ങുന്ന പുലികൾ, കണ്ണുമൂക്കൊക്കെ തിളങ്ങുന്ന പുലികൾ വരുമെന്ന കാര്യം അറിയില്ല ഇതിനകത്ത്. എന്തായാലും ഈ അടമോളി തട്ടുന്നുണ്ട്. ഇല്ലല്ലേ? കുഴപ്പമില്ലേ? കുഴപ്പമില്ല. അപ്പോൾ അതാ അവിടെ ഇപ്പം എല്ലാ നിശ്ചല ദൃശ്യങ്ങളും ഈ ലഹരിക്കെതിരായ ഒരു പോരാട്ടം ഉണ്ട് എന്നുള്ള കാര്യം ഏറ്റവും ഗംഭീരമാണ്. എല്ലാവരുടെയും എല്ലാ നിശ്ചല ദൃശ്യങ്ങളും ലഹരിക്കെതിരായ പോരാട്ടം ഒരു പ്രധാനമായ ഒന്നാവുന്നുണ്ട്. സീതാറാമിൽ ലഹരിക്കെതിരെ സൂപ്പർ പോരാട്ടമാണ് അല്ലേ? ലഹരി കുടുംബമാവണം, ഓരോരുത്തരുടെ വീടായിരിക്കണം. അതെ, ആ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. സീതാറാമിലെ പുലികൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്പസമയത്തിന് ഇങ്ങോട്ടേക്ക് വരും. അവരുടെ നിശ്ചല ദൃശ്യങ്ങൾ വന്നു കഴിയുന്നുണ്ട്. അപ്പോൾ ഇനി വരാനിരിക്കുന്നത് ഇപ്പോൾ എന്താണ്, കേട്ട പാട്ടുകൾ മധുരം, കേൾക്കാത്ത അതിമധുരം എന്ന് പറയുന്നത് പോലെ കേട്ട പുലികൾ ഗംഭീരം, കാണാൻ പോകുന്ന പുലികൾ അതിഗംഭീരമാണ് എന്ന് പറയേണ്ടി വരും. പുതിയ പുലികൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. ആ പുലികൾ ഏതൊക്കെയാണ് ഒരുക്കി വെച്ച പുലികൾ? നമ്മൾ കണ്ടത് ചെമ്പുലിയെ കണ്ടു, കരിമ്പുലിയെ കണ്ടു, കറുത്ത പുലി, വെളുത്ത പുലി, പിങ്ക് പുലിയെ കണ്ടു, ഫ്ലൂറസന്റ് പുലിയെ കണ്ടു, LED പുലിയെ കാണാൻ പോകുന്നു. അങ്ങനെ പല പല പുലികളെ നമ്മൾ ഇപ്പോൾ കാണാൻ പോകണം അല്ലെ? പുലികൾ ഇറങ്ങിക്കൊണ്ടിരിക്കല്ലേ? അല്ലല്ലേ? അവിടെ വരിക. ആ ടാബ്ലോ നോക്കുവാണെങ്കിൽ ആ ടാബ്ലോയോ ലഹരിക്കെതിരായ ടാബ്ലോ ആണ്. വിശ്വാസങ്ങളെ നേടിയെടുക്കേണ്ട അത് മൊത്തം വായിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അതിൽ സിറിഞ്ച് തലയോട്ടി നമ്മുടെ ലഹരിക്കെതിരായ എല്ലാവിധ ഈ പറയുന്ന എന്താണ് ഒരു ലഹരി വിരുദ്ധ പ്ലോട്ടിന്റെ എല്ലാവിധ പ്രോപ്പർട്ടീസും അതിനകത്തുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ലഹരിക്കെതിരായ ബോധവൽക്കരണം എല്ലാ ദേശങ്ങളുടെയും ആദ്യ നിശ്ചലദിശം അങ്ങനെ ആവുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന പുലികളാണ്. പുലികൾ സീതാറാമിലിന്റെ പുലികൾ, സീതാറാമിന് മുന്നോട്ട് വെക്കാനുള്ള പുലികൾ, പുതിയ പുലികൾ എന്തൊക്കെയാണ്, എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരോടൊക്കെ ഈ ദേശക്കാരോട് സംസാരിക്കുമ്പോൾ അവർ അതുവരെ കാര്യങ്ങളൊക്കെ ഗംഭീരമായി സംസാരിക്കും. പക്ഷേ എന്താണ് സർപ്രൈസ് എന്ന് വെച്ചാൽ അത് മാത്രം പുറത്തു പറയില്ല. സർപ്രൈസ് മാത്രം ആരും പറയില്ല. ആ ദേശത്തെ പറ്റിയുള്ള അവർക്ക് എല്ലാവർക്കും അറിയാവുന്നവരാണ് ആ സർപ്രൈസിനെ പറ്റി. പക്ഷേ ആരും ആ സർപ്രൈസ് എന്താണെന്ന് തുറന്നു പറയില്ല. ആ സർപ്രൈസ് കാണുമ്പോൾ മാത്രം ബോധ്യപ്പെട്ടാൽ മതി. അതാണ് അതിൻ്റെ ഭംഗി എന്നാണ് ഈ ദേശക്കാർ പറയുന്നത്. നമ്മൾ പല പുലികൾ ഇതിനോടകം തന്നെ കണ്ടു. അങ്ങനെ പുലികൾ വിഹരിക്കുകയാണ്. എന്നുവെച്ചാൽ ഇവിടെ പുലികൾ സാധാരണഗതിയിൽ നമ്മൾ ഈ പറയുന്ന മലയോര മേഖലയിലുള്ള പുലികൾ ഇറങ്ങി എന്ന് പറയുമ്പോൾ ഭയക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഭയമില്ല. ഇവിടെ വലിയ ആഹ്ലാദമാണ്. പുലികൾ വിഹരിക്കുകയാണ്. അങ്ങനെ പുലികളെ കൊണ്ട് ആൾക്കാർ സന്തോഷിക്കുകയാണ്. ഇവിടെ ഐക്യത്തോടെ തൃശ്ശൂർ ഒത്തുചേർന്ന് നിന്നും, തൃശ്ശൂർ മാത്രമല്ല മലപ്പുറത്തു നിന്നും, കാസർഗോഡ് നിന്നും, പാലക്കാടും, ദുബായിൽ നിന്ന് വരെ ഈ പുലികളെ ദുബായിൽ നിന്നും ഒരു സംഘം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ഒരു സംഘം ഈ പുലികളെ കാണാൻ വേണ്ടി മാത്രം അവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് വന്ന ആൾക്കാരെ നമ്മൾ കണ്ടു. അങ്ങനെ പാരീസിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്, കാനഡയിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വിദേശത്തടക്കം ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്ന് പുലികളിൽ അങ്ങനെ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായ, വളരെ മഹനീയമായ, തൃശ്ശൂരിന് മാത്രം ഒരുപക്ഷെ കേരളത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു മനോഹരമായ ആഘോഷത്തിൽ കൂടെ നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.